ആദ്യം നമുക്ക് നമ്മുടെ പുൽക്കൂട് ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്കതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കാം. ഒരു 41 സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു 55 സെൻറ്റിമീറ്റർ ലെങ്തിലുമാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് എടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ശരിക്കും ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ബേസ്. സോ നമുക്കിനി അതിന് 4 സൈഡിലും ഒരു ബോർഡർ ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ തിക്നെസ് ഒന്നാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 3 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഒരു 4 ലൈൻ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഇതുപോലെ 4 സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 സൈഡ് ഒട്ടിച്ചു. ഇനി ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ നമുക്ക് നമ്മുടെ പുൽക്കൂടിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒന്ന് വരച്ചെടുക്കാം. ഞാനതിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് ആ ഇമേജിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ ഒരു ബേസിക് സ്ട്രക്ചർ ഇതുപോലെ കാർഡ്ബോർഡിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതിന് ശേഷം നമുക്ക് ആ വിൻഡോസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വിൻഡോസ് കട്ട് ചെയ്തെടുക്കുമ്പോഴും വിൻഡോസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു സൈസിലൊരു കാർഡ്ബോർഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 33 സെൻറ്റിമീറ്റർ നീളവും ഒരു 11 സെൻറ്റിമീറ്റർ വീതിയും. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ പുൽക്കൂടിൻ്റെ സ്ട്രക്ചർ നമുക്കത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ആ പുൽക്കൂടിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ബേസാണ്. അതിനുശേഷം നമുക്ക് ഈ റൂഫൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ റൂഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 സെൻറ്റിമീറ്റർ വീതിയും പിന്നെ 11, 13, 14 സെൻറ്റിമീറ്റർ വീതമാണ് അതിൻ്റെ നീളവും നമ്മളെടുത്തിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ നീളത്തിനെക്കാട്ടിലും എക്സ്ട്രാ ഒരു 2 സെൻറ്റിമീറ്റർ കൂടുതലെടുത്തിട്ടുണ്ട് നമ്മൾ 2 സൈഡിലും. കാരണം നോർമലി നമ്മുടെ റൂഫ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുമല്ലോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂണ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള നാച്ചുറൽ കുറച്ച് കമ്പുകളാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആകുന്ന പോലെ ഉള്ള കമ്പുകൾ നോക്കിയിട്ട് നമുക്ക് തന്നെ അത് സെലക്ട് ചെയ്തെടുക്കാം. കുറച്ച് വൃത്തിയുള്ള എന്നാലൊരു കാണാൻ ഭംഗിയുള്ള തരത്തിലുള്ള 2-3 കമ്പുകൾ സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊരു തൂണ് പോലെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സൈസ് കുറഞ്ഞ ചെറിയ കമ്പുകളാണ്. നമുക്ക് നമ്മുടെ വിൻഡോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഈസി ആയിട്ടുള്ള നാച്ചുറലി കിട്ടുന്ന കമ്പുകൾ എടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും. അങ്ങനെ നമ്മുടെ ഈ വിൻഡോ എല്ലാം നമുക്ക് ഈ ചെറിയ കമ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ചെറിയ വിൻഡോ വരുന്ന സ്ഥലത്ത് ഒരു 2 എണ്ണം വീതവും, പിന്നെ നമ്മുടെ ഈ സൈഡിലെ വലിയ വിൻഡോ വരുന്നിടത്ത് ഒരു 4 കമ്പും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം ഈ സൈഡിലെ വിൻഡോ ഒട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇച്ചിരി നീളം കൂടിയത് പിന്നെ താഴോട്ട് വരുംതോറും നീളം കുറഞ്ഞ് വരണം. കാരണം ആ വിൻഡോയ്ക്ക് ഒരു ചെരിവുള്ളതുകൊണ്ട് നമ്മൾ ആ കമ്പിൻ്റെ നീളം കുറച്ചെടുത്താൽ മതി. എന്നിട്ട് അതുപോലെ ഒരു 4 കമ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇവിടെ.
അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പീസ് എടുക്കാം. ഇതൊരു 19 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് നമ്മൾ വരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പം ഒരു അൺഈവൻ സർഫസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു സൈഡിലേക്കാണ്. അപ്പം അതിൻ്റെ ബാക്കി നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ അൺഈവനായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതവിടെ ഇതുപോലെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഈ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുൽക്കൂടിൻ്റെ ഓള് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഫുള്ള് കട്ട് ചെയ്ത് കളയുമല്ല, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പുറത്തെ പേപ്പറൊക്കെ ഒന്ന് പൊളിച്ച് കളയുവാണ്. നമ്മളെന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളിത് ഇതുപോലെ ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കല്ലുകൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അതിനൊരു പഴയ ഒരു പൊളിഞ്ഞ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ വോളൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ആ പോർഷനൊക്കെ ഒന്ന് പൊളിച്ച് കളയാം. അങ്ങനെ നമ്മൾ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ കുറച്ച് മെറ്റൽ പീസുകളാണ്. ഇനി നമുക്ക് ഈ മെറ്റലുകളൊക്കെ അതിനകത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പശ തേച്ചിട്ട് ഓരോ പീസായിട്ട് എടുത്ത് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് എടുക്കാം. നമ്മൾ മാക്സിമം ഓരോ പീസായിട്ട് ചേർത്ത് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ഒട്ടിക്കാൻ നോക്കുക. ഭംഗിയായിട്ട് ആ ഗ്യാപ്പിനകത്ത് മുഴുവൻ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടി ഇതേപോലത്തെ മിറ്റിൽ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ചെറിയ കുഞ്ഞു കല്ലുകളൊക്കെ ആണെങ്കിലും മതി. ഇതിപ്പം എനിക്ക് കുറച്ച് ചെറിയ ചിപ്സ് പീസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് അതല്ല ചെറിയ കല്ലുകളാണ് കിട്ടുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ചെറിയ കല്ലുകൾ എടുത്തിട്ട് നമുക്ക് ആ തൂണിൻ്റെയൊക്കെ താഴ്വശത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു ബേസ് പോലെ അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്ലുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ ആദ്യം ആ അണ്ണീവനായിട്ട് കട്ട് ചെയ്തെടുത്ത ആ കാർഡ്ബോർഡ് പീസുകളിലെല്ലാം നമ്മൾ ഈ കല്ല് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് ഒരു കല്ലുകൊണ്ട് കെട്ടിയ ഭിത്തി പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൂഫൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്കിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന പോലെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു പഴയ ഒരു ഉണങ്ങിയൊരു മരം കിടപ്പുണ്ട്. അതിൻ്റെ തോടാണ് ഞാൻ ഈ പൊളിച്ചെടുക്കുന്നത്. അതിൻ്റെ തൊലിയാണ്, ആ മരത്തിൻ്റെ തൊലി. അപ്പം നിങ്ങൾക്കും വീട്ടിലൊക്കെ ഇതുപോലെ പഴയ മരമൊക്കെ വീണ് കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അതെടുക്കുക. ഇനി അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം എന്തെങ്കിലും ചെറിയ കമ്പോ തടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താലും മതി. ഇങ്ങനെ മരത്തിൻ്റെ തൊലി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്കിപ്പോൾ ഇതിങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇന്ന് എടുത്തതാണ്. നമുക്കിനി ഇതിങ്ങനെ ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മുടെ റൂഫിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടിക്കുമ്പം മാക്സിമം ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വേണം ഒട്ടിക്കാൻ ശ്രമിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. ഇപ്പം നമ്മളൊരു പീസ് വെക്കുമ്പം അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട്
അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ 3 സ്ഥലത്തും റൂഫ് വരുന്ന ആ 3 സ്ഥലത്തും ഇതുപോലെ നമുക്ക് ചെറിയ പീസുകളെടുത്ത് ഒട്ടിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ റൂഫിൻ്റെ പണികളൊക്കെ ഏകദേശം നമ്മൾ ഒട്ടിച്ച് തീരാറായി. ഇതിൻ്റെ ആ ടിപ്പ് വശമൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയൊന്നും വേണ്ട. അതൊരു ഇച്ചിരി അങ്ങനെ ഒടിഞ്ഞും നീണ്ടുമൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു റിയലിസ്റ്റിക് ലുക്കിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി ഗ്യാപ്പുള്ളടമൊക്കെ ഇതുപോലെ ചെറിയൊരു പീസൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് വരും. അതുപോലെ ഒരു പീസ് എടുത്ത് നമുക്ക് ഇതുപോലെ ക്രോസ് ഒട്ടിക്കണം. നമ്മൾ ആദ്യം ഒട്ടിച്ച ആ ഒരു തൂണിൻ്റെയും പിന്നെ രണ്ടാമത് വെച്ചേക്കുന്ന ആ ഭിത്തിയും ചേർത്തിട്ട് അതിങ്ങനെ ക്രോസ് ഒട്ടിച്ച് നടുക്കൊരു ചെറിയൊരു കമ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിന് നമ്മുടെ ആ ഒരു വീടിനൊരു ലുക്കാവും. ഇനിയത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി നമ്മുടെ പുൽക്കൂടിൻ്റെ വോളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്കിത് ഇതുപോലെ ഒരു പേപ്പർ മാഷ് ചെയ്യുക. അതിന് വേണ്ടി ആദ്യം നമ്മുടെ നോർമൽ ഒരു പശ എടുക്കണം. ഫെവിക്കോളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പശ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ പുൽക്കൂടിൻ്റെ വോളിലെല്ലാം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നിന് മേലെ ഒന്നായിട്ട് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ആ പശ ഒന്ന് തേച്ച് കൊടുക്കുക. ഇഷ്ടം പോലെ പശ തേച്ച് കൊടുക്കുക. ഓരോ ടിഷ്യൂ പേപ്പറും തമ്മിൽ ഒട്ടിയിരിക്കും. അങ്ങനെ ഫുള്ള് നമ്മുടെ ആ പുൽക്കൂടിൻ്റെ വോളൊന്ന് കവർ ചെയ്യണം. കാരണം വെച്ചാൽ ഇനി നമ്മളിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു സിമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റർ ചെയ്തൊരു ഫീല് നമുക്ക് കിട്ടും. ഇതിങ്ങനെ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രഷിൽ ജസ്റ്റ് ആ പശയൊന്ന് മുക്കിയിട്ട് ഓരോ ടിഷ്യൂ പേപ്പറിൻ്റെയും പുറത്തോട്ട് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് വലിയ പീസുകളായിട്ട് വെച്ചിട്ട് ഒട്ടാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ നമ്മുടെ ഫുള്ള് പുൽക്കൂടിൻ്റെ മുഴുവൻ വോളും നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കണം. ഇത് വലിയ അധികം പാടുള്ള ഒരു പരിപാടിയൊന്നുമല്ല. നമ്മൾ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെ മൊത്തം കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തിയാടി. ഇത്തവണ നമ്മൾ വെളിയിലിറങ്ങിയിരിക്കുന്നത് ഇതുപോലെ കുറച്ച് പായലെടുക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്. നമ്മുടെ മതിലേലും കിണറിൻ്റെ കരയിലും ഒക്കെ ഇഷ്ടം പോലെ പായലുകളുണ്ടായിരിക്കും. അത് നമ്മൾ അധികം പൊടിഞ്ഞു പോകാതെ കീറിപ്പോകാതെ പയ്യെ ഇതുപോലെ ചിരണ്ടി എടുക്കുക. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിലും ഒക്കെ കിട്ടണ ഈസി ആയിട്ട് അവൈലബിൾ ആകുന്ന മെറ്റീരിയൽ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പായൽ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് പായൽ കിട്ടാനില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ബേസിലോട്ട് നമ്മളിപ്പം ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പുൽക്കൂട് നമുക്കിനി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ബേസിലോട്ട് നന്നായിട്ട് പശ തേച്ചിട്ട് നമുക്കൊരു ഇപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന ആ സ്ക്വയറിൻ്റെ ഒരു കോർണർ ചേർത്തിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പായലെടുക്കാൻ പോയപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്താണ് ഈ ഒരു കമ്പ്. ഇതൊരു മരച്ചില്ലയുടെ ഒരു പീസാണ്. നിങ്ങൾക്ക് ഇതുപോലെ അവൈലബിൾ ആകുന്ന ഒരു നല്ലൊരു പീസ്, ഭംഗിയുള്ളൊരു പീസ് നോക്കുക. ഒരു മരം ആക്കാൻ പറ്റുന്ന കൂട്ടൊരു പീസ് എടുക്കുക. അതും കൂടെ നമ്മുടെ പുൽക്കൂടിൻ്റെ സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ പായലെല്ലാം നമുക്ക് നമ്മുടെ ആ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളത് അധികം കീറിപ്പോകാതെ എടുക്കുവാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അതിൻ്റെ അടിവശത്ത് പശ വെച്ച് കൊടുത്ത് നമുക്ക് ആ പായലുകളൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ പായലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു സാധനമല്ല. നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇടയ്ക്ക് എപ്പോഴേലും ഇച്ചിരി വെള്ളം ഒന്ന് ചുമ്മാ നനച്ച് കൊടുത്താൽ മതി. ഇതങ്ങനെ നശിച്ചു പോകത്തേ ഇല്ല. അതങ്ങനെ കുറേ നാളുകളിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ഇതുപോലെ പായൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ടൊരു ക്രിസ്മസ് സീസൺ ഫുൾ അത്
നശിച്ചു പോകാതെ തന്നെ അവിടെ ഇരിക്കും. അപ്പോൾ അത് നമുക്കൊരു ശരിക്കും ഒരു റിയലിസ്റ്റിക് ലുക്കും കിട്ടും. സോ അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ബേസ് മുഴുവൻ നമുക്കിതുപോലെ പായൽ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഫുള്ള് കവർ ചെയ്ത്. ഇനി നമ്മുടെ രണ്ടാം ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുൽക്കൂടിനകത്ത് വെക്കാൻ വേണ്ടിയുള്ള 1-2 സാധനങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു കാളവണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതൊരു കാർഡ്ബോർഡ് ഇതുപോലെ എടുത്തിട്ട് ആദ്യം നമ്മൾ 2 വീല് കട്ട് ചെയ്തെടുക്കുക. അത് നോർമലി നമ്മൾ ഒരു കാർഡ്ബോർഡിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു സൈസ് ഞാൻ ആ കാർഡ്ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈസ് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതാണെങ്കിലും കുഴപ്പമില്ല. വളരെ സിമ്പിളാണ്. അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇത് 2 ഐസ്ക്രീം സ്റ്റിക്കാണ്. നമുക്കത് രണ്ടും ചേർത്ത് ഒട്ടിച്ചെടുക്കാം. കാരണം ഇത് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു കാളവണ്ടിയും പിന്നെ പണ്ട് കാലത്ത് തൊഴുത്തിലൊക്കെ പുല്ല് വെച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് മടക്കി എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ നമ്മൾ ക്രോസായിട്ട് ഒട്ടിച്ചെടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ 2 സംഭവങ്ങളും നമ്മുടെ പുൽക്കൂടിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ചെറിയ മരത്തടിയുടെ പീസ് കൊണ്ട് അതിൻ്റെ ആ ഒരു മേൽഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു റിയലിസ്റ്റിക് റൂഫിൻ്റെ ഒരു ഫീല് കിട്ടുന്ന പോലെ അതിങ്ങനെ ചേർത്ത് ചെറിയ പീസുകളായിട്ട് അതിനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം അതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ കാളവണ്ടി ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടും നമുക്ക് നമ്മുടെ പുൽക്കൂടിനകത്ത് പ്ലേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സോ ആദ്യം ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 വീലുകളും ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വീലിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. അത് ആ വീലിനൊരു തിക്നെസ് തോന്നാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആദ്യം തന്നെ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ബോഡിയിലോട്ട് വീലുകൾ ഒട്ടിച്ചെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ 2 വീലുകളും നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പുല്ല് വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് നമുക്കിവിടെ നമ്മുടെ മരത്തിൻ്റെ ചൂട്ടിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ കാളവണ്ടിയും പുൽക്കൂടിൻ്റെ ഒരു വശത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കാളവണ്ടിക്കൊന്ന് ചെറിയതായിട്ടൊന്ന് പെയിൻ്റ് അടിക്കാം. ഞാനൊരു നോർമൽ വാട്ടർ കളറാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് അധികം കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു ജസ്റ്റ് ഒരു ഓൾഡ് റസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതിലോട്ടൊന്നൊരു ബ്രൗണും ബ്ലാക്കും വെച്ചിട്ട് ജസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിനി അത് വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആർട്ടിസ്റ്റിക്കിൽ ഇതനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. ഇതേ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേ കൊടുക്കാം. എങ്ങനെ വെള്ളം കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നല്ലൊരു കളറ് അതിന് കൊടുത്തതിന് ശേഷം അതിലും ഇതുപോലെ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ഒരു പുൽക്കൂടിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു ബ്രൗൺ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കാം. അതുകൊണ്ട് വാട്ടർ കളർ യൂസ് ചെയ്യുന്ന വാട്ടർ കളർ ആകുമ്പോൾ അധികം നമുക്ക് കളർ പുറത്തേക്ക് തോന്നത്തുമില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് നാച്ചുറൽ പുല്ല് നമ്മുടെ പറമ്പിൽ നിന്നോ അവിടെ എവിടുന്നേലും കുറച്ച് പറിച്ചെടുത്ത് കുറച്ച് പുല്ല് നമുക്ക് അതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് അതുപോലെ തന്നെ നമ്മൾ ഒടിച്ചെടുത്ത കമ്പുകളും ഈ പറഞ്ഞ മരത്തിൻ്റെ ആ തൊലി എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് കെട്ടിയതാണ്. അതിൽ കുറച്ച് പശ ചേർത്തിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ കാളവണ്ടിക്കകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു വഴി സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്ത ചെറിയ മെറ്റൽ കഷ്ണങ്ങളുണ്ട്, അത് നമുക്ക് ഓരോ പീസായിട്ട് ഒട്ടിച്ചു കൊടുത്ത് ചെറിയൊരു വഴി സെറ്റ് ചെയ്തെടുക്കണം.
ഞാൻ ജസ്റ്റ് ഒരു രൂപം ഒന്ന് വെച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. നിങ്ങളുടെ കയ്യിലുള്ള രൂപത്തിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ 1-2 ചെറിയ കല്ലുകളെടുത്ത് നമുക്ക് അവിടെ ആ പുല്ല് വെച്ചിരിക്കുന്നതിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം നമുക്കൊരു നാച്ചുറൽ ഫീല് കിട്ടും. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കല്ലൊക്കെ കിടക്കുന്ന പോലെ ഒരു ഫീല്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടികളൊക്കെ തീർന്നു. ഇതാണ് നമ്മുടെ പുൽക്കൂടിനകത്ത് വെക്കാനുള്ള രൂപങ്ങൾ. നമുക്കിനി ഓരോ രൂപങ്ങളായിട്ട് പുൽക്കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ പുൽക്കൂട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള രൂപങ്ങളും കൂടെ ആദ്യം ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിൻ്റെ സൈസ് ഒത്തിരി വലിയ രൂപങ്ങളൊക്കെയാണ് നമ്മൾ അതിനനുസരിച്ച് വലിയ പുൽക്കൂട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ നോർമൽ സൈസിലുള്ള നമ്മുടെ രൂപങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന കൂട്ടൊരു വളരെ ചെറിയൊരു പുൽക്കൂടാണ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ടേബിൾ ടോപ്പ് പുൽക്കൂടാണ് നമ്മൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ വീടിനുള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന കൂട്ടൊരു പുൽക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മുടെ രൂപങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്പേസ് നോക്കി അതിനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് വെക്കണം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ രൂപങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞു പുൽക്കൂടിനകത്ത്. നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ ഭംഗിയാക്കാം. സ്പോട്ട് ലൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആകും. സോ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വരുന്നത് നമ്മുടെ പുൽക്കൂടിൻ്റെ. ശരിക്കും നമുക്ക് വീട്ടിലൊക്കെ ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുൽക്കൂടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.